ഇറാൻ ട്രംപിനെതിരെ തുറുപ്പ് ചീട്ടിറക്കി. ലോകത്തെ മുൾമുനയിലാക്കി ഇറാൻ. ഇറാന്റെ തുറുപ്പ് ചീട്ട് എന്ന് പറയപ്പെടുന്നത് എപ്പോഴും ട്രംപിന് തലവേദനയാണ്. ഇതുവരെയും ഇറക്കാതിരുന്ന തുറുപ്പ് ചീട്ടൊന്നുമല്ല അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഒരു അവസാനത്തിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയിലാണ് ലോകം എപ്പോഴും നിൽക്കുന്നത്. പലവട്ടം പലതരത്തിൽ കണക്കുകൾ നിരത്തിയും ഒപ്പം തന്നെ സമാധാന ചർച്ചകളും വെടിനിർത്തലുമൊക്കെ പ്രഖ്യാപിച്ചിട്ടും ഒരിടത്തും എത്താതായി പോകുന്ന തരത്തിലുള്ള വെടിനിർത്തൽ മാത്രമായി തീരുകയാണ് ഇവർ രണ്ടുപേരുടെയും, അതായത് അമേരിക്കയുടെയും ഇറാന്റെയും ചർച്ചകൾ. അമേരിക്കയ്ക്കെതിരായിട്ടുള്ള സമ്മർദ്ദത്തിനുള്ള പുതിയ ആയുധമാണ് ഈ യുറേനിയം. ആ യുറേനിയമാണ് പുതിയ തുറുപ്പ് ചീട്ടായിട്ട് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. സത്യത്തിൽ ലോകത്തെ മുൾമുനയിലാക്കുകയാണ് ഇറാന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് ഒരു യുദ്ധം എന്നതിനപ്പുറം ആ യുദ്ധം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിനാശം എന്ന് പറയപ്പെടുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും വിലവർദ്ധനവും ഒപ്പം തന്നെ എണ്ണ നിയന്ത്രണം അടക്കമുള്ളവ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം കഷ്ടപ്പാടുകളിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് ഓരോ രാജ്യവും എടുത്തെറിയപ്പെടുന്നു ഒരു യുദ്ധം എന്നുള്ളതാണ്. എന്നിട്ടും ഇവർ രണ്ടുപേരും യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കയ്യിലുള്ള യുറേനിയം ശേഖരം അമേരിക്കയ്ക്കെതിരായിട്ടുള്ള സമ്മർദ്ദത്തിനുള്ള പുതിയൊരു ആയുധമാക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ. ഇനി ആക്രമണം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ആലോചിക്കുമെന്നാണ് ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ വക്താവിന്റെ ഭീഷണി എന്ന് പറയുന്നത്. ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന് ലക്ഷ്യമിടുന്നത് തന്നെ ആണവായുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് വരെ ഇറാൻ എത്തിയേക്കും എന്നുള്ള ഭീഷണിയാണ്. ഇറാൻ അമേരിക്ക ചർച്ചകൾ നയതന്ത്ര പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുന്നു. മധ്യസ്ഥ രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ നേരെ അടക്കം പുതിയ ആരോപണങ്ങൾ ഉയരുന്നു. ഇറാന്റെ പക്കലുള്ള 60% മുകളിൽ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള 400 കിലോയിലധികം യുറേനിയം ശേഖരമാണ് യുദ്ധത്തിന് തന്നെ കാരണമായി മാറിയത് എന്നുള്ളതാണ്. ഇത് കൈമാറാൻ ഇറാൻ തയ്യാറാകാത്തത് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടാനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്യുന്നു. ഇതേ ശേഖരമാണ് ഇറാന്റെ പുതിയ തുറുപ്പ് ചീട്ടും. ഇനി ആക്രമണം ഉണ്ടായാൽ ഈ സമ്പുഷ്ടീകരണം 90% ആക്കുന്നതിനുള്ള വഴി മുന്നിലുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നു. അതായത് ആയുധ നിലവാരത്തിലേക്ക് ഉയർത്തും എന്നർത്ഥം. അതായത് അണുവായുധം പ്രയോഗിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടും യുദ്ധമെന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരും. ചുരുക്കത്തിൽ അണവായുധ ഭീഷണി, തങ്ങൾക്ക് ആണവായുധ പദ്ധതിയില്ല എന്നുള്ള ഇറാന്റെ പ്രഖ്യാപിത നിലപാട്, ഇറാന്റെ പാർലമെന്റ് ദേശീയ സുരക്ഷാ വക്താക്കൾ ഇത് പരസ്യമായിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഭീഷണി ട്രംപിനെതിരെയാണ് എന്നുള്ളതാണ്. തങ്ങൾ നൽകിയ 14 പദ്ധതി അംഗീകരിക്കുക മാത്രമാണ് പരിഹാരമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറും ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. നിലവിൽ ചർച്ചകളെ ഇറാൻ വലിച്ചു നീട്ടുന്നത് ഗൂഢ ലക്ഷ്യങ്ങളോടെയാണ് എന്ന് അമേരിക്കയ്ക്ക് ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട്. വെടിനിർത്തൽ അന്ത്യത്തോടടുത്തു എന്ന് ഡൊണാൾഡ് ട്രംപ് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ചർച്ച വഴിമുട്ടി നിൽക്കെ പാകിസ്ഥാൻ ആരോപണങ്ങളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചർച്ചകളുടെ മറവിൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ പാർക്കിംഗ് സൗകര്യം നൽകി എന്നുള്ളത് റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക ആക്രമണങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാനായിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. ആരോപണം പക്ഷെ പാകിസ്ഥാൻ തള്ളുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഇറാന്റെ ഭാഗമായിട്ട് നിൽക്കുകയും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഇരട്ടത്താപ്പ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം അടക്കം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ പാകിസ്ഥാൻ തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ ഇറാൻ ആകട്ടെ ഈയിടെ നല്ല ഗ്യാരണ്ടി നൽകാവുന്ന രാഷ്ട്രമായിട്ട് ചൈനയെ ഉയർത്തിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. അപ്പോൾ ചൈനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇറാൻ അവർക്ക് ലഭിക്കുന്ന ആയുധങ്ങളടക്കം റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫെബ്രുവരി മാസം 28 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2.5-3 മാസത്തോളം ആകാൻ പോകുന്ന യുദ്ധത്തിൽ ഒരു കുറവും വരുത്തുവാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇറാന് ലഭിക്കുന്നുണ്ട് ആയുധങ്ങൾ, യുദ്ധം ചെയ്യുന്നതിനുള്ള ശേഷി അവർക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊരു ചെറിയ രാജ്യമായിട്ടുള്ള ഇറാൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ ഒരേ സമയം ആക്രമിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതിനുള്ള ഉത്തമ ഉദാഹരണം എന്ന് പറയപ്പെടുന്നത് ഞാനിപ്പോൾ അവസാനം പറഞ്ഞതുപോലെ നല്ല ഗ്യാരണ്ടി നൽകാവുന്ന രാഷ്ട്രമായിട്ട് ചൈനയെ ഇറാൻ പ്രകീർത്തിച്ചു തുടങ്ങിയത് തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ്. മറ്റൊന്ന്, റഷ്യയുമായി ഏർപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആയുധം കച്ചവടം നടക്കുന്നുണ്ട്. മാത്രമല്ല ആയുധം വാങ്ങുന്നുണ്ട്. ഇവർക്ക് യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് മറ്റുള്ള പല രാജ്യങ്ങളും എത്തുന്നുണ്ട്. അതിൽ നിന്നാണ് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇറാനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ തീരുമാനങ്ങൾ പലപ്പോഴും ശരിയായ ദിശയിലല്ല എത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.
ഒന്നുകിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ഇങ്ങനെ മുൾമുനയിലാക്കി നിർത്തുന്ന തരത്തിലേക്കുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാനിടുന്ന ആരെയാണെങ്കിലും അവരെ പിടിച്ചുകെട്ടുക, നിലയ്ക്ക് നിർത്തുക എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഇനിയും എത്ര കാലം ഇങ്ങനെ നീണ്ടു നിൽക്കും? ഒരു രാജ്യത്തിനും നല്ലല്ല. മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളും ആശങ്കയിലാകുകയാണ് ഈ ഒരു യുദ്ധം. ഈ യുദ്ധം കാരണം ലോകത്തെ പല രാജ്യങ്ങളിലും പല പ്രവർത്തനങ്ങളും മന്ദീകരിക്കപ്പെടുന്നു. പല രാജ്യങ്ങളിലും ജനങ്ങൾക്ക് ജീവിത നിലവാരം താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പല രാജ്യങ്ങളിലും ജനങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലേക്ക് ചെല്ലപ്പെടുന്നു. കാരണം പല രാജ്യങ്ങളിലും വിലക്കയറ്റം എന്ന് പറയപ്പെടുന്ന വല്ലാതെ കൂടുകയാണ്. അപ്പോൾ ഇവിടെ ആണവായുധം പ്രയോഗിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ ആണവായുധമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുമെന്നുള്ള ഭീഷണി വരുത്തുന്നത് തന്നെ ലോകത്തിന് മുന്നിൽ ഇറാൻ നടത്തുന്നത് ട്രംപിനെയും അമേരിക്കയും ഈ ആണവായുധം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഭീഷണിയാണ്. അപ്പോൾ ഞങ്ങളെ തളയ്ക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഇറാൻ വളരുകയാണ്. ലോകത്തെ മുൾമുനയിലാക്കി നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് അവർ വളരുകയാണ്, അവരെ വളർത്തുകയാണ്. അവരെ വളർത്തുന്നതിന് പിന്നിൽ മറ്റ് പല രാജ്യങ്ങളുമുണ്ട്. എങ്കിൽ കൂടിയും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ബാധ്യത ഇനി ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമല്ല ഇറാനുമുണ്ട് എന്നുള്ളതാണ്. കാരണം പക്ഷേ ഇറാൻ എന്ന് പറയപ്പെടുന്നതിനെ തൊട്ടു കളിക്കാതിരുന്നത് അവർ യുദ്ധത്തിന് തയ്യാറല്ലായിരുന്നു. പക്ഷെ അവരെ തൊട്ടു കളിച്ചതും അവരെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടതും ഇസ്രായേലാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളാണ് ഇന്ന് ഇറാൻ നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങൾക്ക് ഏക കാരണം.